മാർക്കിടുന്ന സ്വർഗം നിങ്ങൾക്ക് മാർക്കിടുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. സ്വർഗം എന്നെ കാണുന്നത് യേശുവിലൂടെയാണ്. എത്രക്ക് മനസ്സിലാകുന്നു? എത്രക്ക് മനസ്സിലാകുന്നു? വിത്തൗട്ട് ജീസസ് നമ്മുടെ സ്പിരിച്വാലിറ്റി എന്നും ഡ്രൈ ആയിരിക്കും. രണ്ട് കൊരിന്ത്യർ 5:17 പറയുന്നു, therefore if anyone is in Christ is a new creation. Yes. The old has passed away. Yes. Behold, the new has come. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതൊക്കെ കഴിഞ്ഞുപോയി, എല്ലാം എന്തായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ മുഖം കണ്ടിട്ട് പുതിയതായിട്ട് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. കരമുയർത്തി ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി. കരമുയർത്തി ഹല്ലേലൂയ. പഴയ തിന്മകളൊക്കെ കഴിഞ്ഞു പോയി, പഴയതൊക്കെ മാറിപ്പോയി. യു ആർ ബ്രാൻഡ് ന്യൂ. ദൈവം നിങ്ങളെ പുതുതാക്കി തീർത്തിരിക്കുന്നു. ഈ കർത്തൃമേശ സൂചിപ്പിക്കുന്നതാണ് പഴയതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാം ദൈവം എന്താക്കി മാറ്റിയിരിക്കുന്നു, പുതുതാക്കി തീർത്തിരിക്കുന്നു. കരമുയർത്തി ഹല്ലേലൂയ. അതാ ബൈബിൾ പറയുന്നത്. സ്തോത്രമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു, പുതുതായി തീർന്നിരിക്കുന്നു. നഷ്ടപ്പെട്ട സമാധാനം ദൈവം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട ബന്ധങ്ങൾ ദൈവം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ടതിനെയൊക്കെ ദൈവം പുനഃസ്ഥാപിച്ചിരിക്കുന്നു ദൈവത്താൽ. ഹല്ലേലൂയ. യേശുവിനാൽ. ഒരാമയും വന്നില്ല. എത്രയൊക്കെ മനസ്സിലായി? നീ കർത്തൃമേശയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വിത്തൗട്ട് ജീസസ് നമുക്കിത് എടുക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും ഞാൻ പുണ്യവാളൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ആരെങ്കിലും ഞാൻ ആമേ സ്തോത്രം ഭയങ്കര ഹോളി എന്ന് പറഞ്ഞാൽ നീ കൃപയിൽ നിന്ന് വീണുപോയി. വിളിച്ചു പറയുന്ന കർത്താവ്, ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത്, ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് ക്രിസ്തുവിൽ കർത്താവിനെ യോഗ്യനാക്കി. നിങ്ങളിൽ ഒരു ഹംബിൾനെസ് എപ്പോഴാ വരുന്നതെന്ന് അറിയാം. ഞാൻ ഒന്നുമില്ലെന്ന് പറയുമ്പോഴാണ്. എനിക്ക് വേണ്ടി ഒരുവൻ മരിച്ചു, എനിക്ക് വേണ്ടി ഒരുവൻ അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഒരുവൻ ഉയർത്തെഴുന്നേറ്റു. എന്റെ കഴിവല്ല, എന്റെ യോഗ്യതയല്ല, എല്ലാം യേശുവിലൂടെ. പറഞ്ഞ എല്ലാം യേശുവിലൂടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പുതിയ സൃഷ്ടിയാണ്. Behold, the new has come. The old has passed away. Behold, the new has come. റോമർ 8:29-30. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രന്മാരിൽ അധികം, തന്റെ പുത്രൻ അധികം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. പറഞ്ഞാൽ അവൻ മുന്നറിഞ്ഞവരെ. നിങ്ങളുടെ വിളി വന്നത് ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പാണ്. നിങ്ങളെ ദൈവം വിളിച്ചത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേയാണ്. ഒരാമയും വന്നില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറി വന്ന് രക്ഷിക്കപ്പെട്ടവരല്ല നിങ്ങൾ. ദൈവം നിങ്ങളെ അറിഞ്ഞിരുന്നു, ദൈവം നിങ്ങളെ ചൂസ് ചെയ്തിരുന്നു, ദൈവം നിങ്ങളെ സെലക്ട് ചെയ്തിരുന്നു. അതാ ബൈബിൾ പറയുന്നത്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അധികം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. അപ്പൊ പുത്രനെ കുറിച്ച് പറയുകയാണ്. പുത്രൻ ആദ്യജാതനായതുകൊണ്ട് സ്തോത്രം, അധികം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് പറയട്ടെ. ഒരമ്മയും വന്നില്ല. ഹല്ലേലൂയ. എന്റെ അർത്ഥം എന്താണെന്ന് പറയട്ടെ. ഞാൻ എന്റെ വീട്ടിലെ ഏറ്റവും മൂത്ത ആളാണ്. എനിക്കൊരു അപ്പനും അമ്മയും ഉണ്ട്, എനിക്കൊരു കുടുംബമുണ്ട്, എനിക്കൊരു വീടുണ്ട്. മനസ്സിലായില്ല? ഞാനാണ് ആദ്യം ജനിച്ചത്. എനിക്ക് വേറെ 2 സഹോദരങ്ങളുണ്ട്. അത് തന്നെയാണ് ബൈബിൾ പറയുന്നത്. അധികം സഹോദരന്മാരിൽ
ആദ്യജാതനാകേണ്ടതിന് ഒരു കുടുംബത്തെയാണ് കാണിക്കുന്നത്, ഒരു ഹോമിനെയാണ് കാണിക്കുന്നത്, ഒരു കുടുംബത്തെയാണ്. ശ്രദ്ധിച്ച് ഞാൻ ഈ പറയുന്നത്, ഒരു കുടുംബത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ പുത്രനാകുന്ന ക്രിസ്തുവിനെ എന്റെ മൂത്ത ജ്യേഷ്ഠനാക്കി ദൈവം മാറ്റി. മനസ്സിലായില്ല? ഈസ് മൈ എൽഡർ ബ്രദർ. അവൻ എന്റെ രക്ഷകനായിരിക്കുമ്പോൾ തന്നെ ഈ അപ്പന്റെ മക്കളാക്കി തീർക്കാൻ ദൈവം വിളിച്ചെങ്കിൽ ആദ്യജാതനാണ് ക്രിസ്തു. രാമൻ വന്നില്ല, ബാക്കിയുള്ള നമ്മൾ അവന്റെ നെക്സ്റ്റ് സഹോദരങ്ങളാണ്. ഇതൊന്നും പാരമ്പര്യ സഭ എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒന്നും പറഞ്ഞ അത്ര ഗ്രഹിക്കത്തുമില്ല. നിങ്ങളിപ്പോ ആരാ? യേശുവിന്റെ സഹോദരങ്ങളാണ്. അപ്പൊ ആദ്യത്തെ ജ്യേഷ്ഠൻ ആരാ? ക്രിസ്തുവാണ്. മനസ്സിലായില്ല പറഞ്ഞത്? യേശുവിന് പല റോളുകൾ ഉണ്ടെങ്കിലും ഭവനത്തിൽ അവൻ എന്റെ ജ്യേഷ്ഠനാണ്. അതാ ബൈബിൾ പറയുന്നത്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അധികം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് തന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ അവൻ മുൻ നിയമിച്ചിരിക്കുന്നു. മനസ്സിലായില്ല പറഞ്ഞേ? ആ ജ്യേഷ്ഠ സഹോദരനിലൂടെ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടേണ്ടതിന് മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ ഈ ജ്യേഷ്ഠന്റെ അടുത്ത് എപ്പോ വേണമല്ലോ ചെല്ലാം. മനസ്സിലായില്ല? രാമൻ വന്നില്ല. ഈ ജ്യേഷ്ഠൻ അസൂയയില്ല. ഈ ജ്യേഷ്ഠൻ നമ്മളെല്ലാം വളരാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജ്യേഷ്ഠൻ നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ അപ്പന്റെ ആദ്യത്തെ ജാതൻ ക്രിസ്തുവാണ്. പക്ഷെ അതിന്റെ അർത്ഥം നമ്മളെല്ലാം അവന്റെ അടുത്ത നെക്സ്റ്റ് ജനറേഷൻ നമ്മളെല്ലാം ക്രിസ്തുവിൽ ആഡഡ് ആകുകയാണ്. കരമുയർത്തി ഹല്ലേലൂയ. ഇത്ര വലിയ പ്രിവിലേജ് അദ്ദേഹം തന്നേക്കുന്നത്. പുത്രന്റെ കൂടുള്ള ഇൻഹെറിറ്റൻസ്, അവകാശം ദൈവം നമുക്ക് നൽകി. സ്വർഗത്തിൽ പുത്രനോടൊപ്പമുള്ള അവകാശം ദൈവം നമുക്ക് നൽകി. അതിന്റെ അർത്ഥം ക്രിസ്തു ആകാതിരിക്കുന്നില്ല. ഇതെല്ലാം പറയുന്നത് സ്വർഗത്തിൽ നിങ്ങൾ എത്രത്തോളം സ്വാതന്ത്ര്യമുള്ളവരാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. വി ആർ എ സ്പിരിച്വൽ ഹോം. നമുക്കൊരു അപ്പനുണ്ട്, നമുക്കൊരു മൂത്ത ജ്യേഷ്ഠനുണ്ട്. കരമുയർത്തി ഹല്ലേലൂയ. ആ ജ്യേഷ്ഠനോട് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് നടത്തി തരും. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ പറഞ്ഞ തേജസ്കരിച്ചും ഇരിക്കുന്നു. അതാണ് ബൈബിൾ റോമർ 8:31 പറയുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണം? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. കരമുയർത്തി ഹല്ലേലൂയ. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം. കൊല്ലാൻ വരുന്ന ഒരു ദൈവമല്ല, തിന്നാൻ വരുന്ന ഒരു ദൈവമല്ല, നിന്നെ എടുത്ത് തീക്കാത്തിട്ട് കത്തിച്ചു കളയുന്ന ദൈവമല്ല. പുത്രനെ തന്നെങ്കിൽ അത്രയധികം ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. അത്രയധികം. കാര്യം ഈ ദൈവം പുത്രനെ അത്രയധികം സ്നേഹിച്ചിരുന്നു. He was holy. പിതാവിന്റെ കൂടിരിക്കുന്ന മഹത്വത്തിൽ ഇരിക്കുന്നവനായിരുന്നു. അവനെ നമുക്ക് തന്നെങ്കിൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നമ്മൾ കർത്താവിന്റെ മേശയിലേക്ക് പ്രവേശിക്കുക. ചേർന്ന് പറഞ്ഞ യേശുവിലൂടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എല്ലാവരും be prepared for the Lord's Supper. Thank you, Holy Spirit. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. ഈ ലോകത്തിൽ വന്നേ
മാലൊഴിപ്പാൻ സഹിച്ചു ബഹു പീഡകൾ സങ്കടങ്ങൾ പങ്കാം പാടുകൾ നിന്മഹാ അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില രോഗികളെ കർത്താവിന്